എന്റെ പേര് ഖദീജ തസ്നീം. എന്റെ പേര് ആയിഷത്ത് നഷ്വ. ഞങ്ങൾ GVHSS മോഗ്രായ നല്ല പാഠം അംഗങ്ങളാണ്. നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യം എന്നുള്ളത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്യമാണ്. നമ്മളിൽ പലരും ചെയ്യാറുള്ളത് നമ്മുടെ മാലിന്യത്തെ പറമ്പിൽ ഇടുക അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. ഇതൊക്കെയാണ്. മഴക്കാലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. കൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ മാലിന്യം ഒരു ഭാരമായി മാറുന്നതിന് പ്രധാന കാരണം നമ്മൾ അതിനെ ശാസ്ത്രീയമായി തരംതിരിച്ച് സംസ്കരിക്കാത്തതാണ്. എങ്ങനെയാണ് മാലിന്യങ്ങളെ ശാസ്ത്രീയമായി തരംതിരിക്കേണ്ടത്? പൊതുവെ നമുക്ക് മാലിന്യങ്ങളെ രണ്ടാക്കി തിരിക്കാം: ജൈവ മാലിന്യവും അജൈവ മാലിന്യവും. എന്തൊക്കെയാണ് ജൈവ മാലിന്യങ്ങൾ അഥവാ അഴുകുന്ന മാലിന്യങ്ങൾ? ഭക്ഷണാവശിഷ്ടം, പഴത്തൊലി, പച്ചക്കറി വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ് മുതലായവ അഴുകുന്ന മാലിന്യങ്ങളാണ്. ഇവ അഴുകാത്ത മാലിന്യങ്ങളുമായി കൂട്ടിച്ചേർക്കാതെ വേർതിരിച്ച് കമ്പോസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ബയോഗ്യാസ് ഉൽപ്പാദിക്കാൻ ഉപയോഗിക്കാം. അജൈവ മാലിന്യങ്ങളെ അഥവാ അഴുകാത്ത മാലിന്യങ്ങളെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്? എളുപ്പം ദ്രവിച്ചു പോകാത്ത വസ്തുക്കളെല്ലാം അജൈവ മാലിന്യങ്ങളാണ്. ഓരോ വസ്തുവും അവയുടെ ഇനം അനുസരിച്ച് തരംതിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അഥവാ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുക. സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകണം. ആരോഗ്യമുള്ള നാടിനായി നമ്മൾ കുട്ടികൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ വീടും സ്കൂളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാം. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കുക. നമ്മുടെ നാടിന്റെ ആരോഗ്യം നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം.